Hi children, let's start this class by completing all the exercises that I've given last day. Okay, I hope you all have done this already. Let's verify the answer. First one, the fox goes for a what? Walk. Okay, walk. The fox is what? Hungry. നമ്മൾ അതിൽ വായിച്ചായിരുന്നു അല്ലേ? ദ ഫോക്സ് ഗോസ് ഫോർ എ വാക്ക്. വാക്കിനാണ് പോയത്. ദ ഫോക്സ് ഈസ് വാട്ട്? ഹംഗ്രി. ആൻഡ് ദ ഫോക്സ് ജംപ്സ് ടു ഈറ്റ് ദി ഡാഷ്. വാട്ട്? ഗ്രേപ്സ് ആൻഡ് ആപ്പിൾസ് ആൻഡ് മാംഗോസ്. വാട്ട്? ആൻഡ് ഓൾസോ അനദർ വൺ, മീറ്റ്. മീറ്റ് എന്ന് വെച്ചാൽ എന്താ? ഇറച്ചി. ഗ്രേപ്സ് ആണ് കഴിക്കാൻ വേണ്ടി ചാടിയത് അല്ലേ? And the fox becomes dash, tired, happy, sad, fat. The answer is tired. He says the grapes are sour, salty, sweet, rotten. The answer is what? Sour. Very good. So children, let's get into the next topic, grammar section. Yes. Hey, are you happy to study the grammar section? Yes, because grammar എന്ന് പറയുന്നത് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ നമ്മൾ എന്തറിയണം? ഗ്രാമർ അറിയണം. വാട്ട്സ് ദി സ്പെല്ലിംഗ് ഓഫ് ഗ്രാമർ? GRAMMAR, ഗ്രാമർ. ഓക്കെ ദി ബേസിക് തിങ്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള തിങ് എന്ന് പറയുന്നത് ഗ്രാമർ എന്ന് പറയുമ്പോൾ നമ്മളതിൽ കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. The first one is what? Noun. What? Noun. 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 Spell NOUN. Noun. Okay. Noun എന്ന് കേൾക്കുമ്പോൾ അതെന്താണെന്നല്ലേ? Okay, let's learn it. Words. 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 Words that name person, people, places, animals and things are called naming words. അപ്പോൾ നമുക്കറിയാം ഒരാളെ, വേർഡ്സ് ദാറ്റ് നെയിം പേഴ്സൺ, ഒരാളെക്കുറിച്ചോ, വേർഡ്സ് ഒരാളെക്കുറിച്ചുള്ള വാക്കുകളോ, അല്ലെങ്കിൽ പീപ്പിൾ എന്ന് വെച്ചാൽ എന്താ? ഒരു കൂട്ടം ആൾക്കാരെ അല്ലേ? പീപ്പിളിനെ നമ്മൾ പറയുന്നതാണോ? അല്ലെങ്കിൽ പ്ലേസസ്, സ്ഥലത്തെ കുറിക്കുന്നതോ, ആനിമൽസ് മൃഗങ്ങളെ കുറിക്കുന്നതോ, ആൻഡ് തിങ്സ് നമുക്കറിയാമല്ലോ, നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ തിങ്സ്. ദിസ് പെൻ ഈസ് ഓൾസോ എ തിങ് അല്ലേ? ഓർ കോൾഡ് നെയിമിംഗ് വേർഡ്സ്. വാട്ട്? നെയിമിംഗ് വേർഡ്സ്. അപ്പോൾ നെയിമിംഗ് വേർഡ്സ്, വാട്ട് ആർ കോൾഡ് നെയിമിംഗ് വേർഡ്സ്? Words that name person, people, places, animals and things are called naming words. So in naming words നെയാണ് എന്തെന്ന് പറയുന്നത്? They are called nouns. അപ്പം nouns എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതെന്ന് വെച്ചാൽ ഒരു സെൻറ്റൻസിൽ നമ്മളിപ്പോൾ യൂസ് ചെയ്യുമ്പം, നമ്മളിപ്പോൾ ഒരു സെൻറ്റൻസ് പറയുകയാണ്. ഓക്കെ, A boy is going to school. A boy is going to school. അതിലെ പേഴ്സൺ ആരാണ്? ബോയ് അല്ലേ? ഒരു ബോയ് സ്കൂളിലേക്ക് പോവാണ്. അപ്പം അതിലെ പേഴ്സൺ ആരാണ്? ബോയ്. യെസ്. അപ്പോൾ അതിലെ നെയിമിംഗ് വേർഡ് ആരാണ്? ബോയ്. സോ അതൊരു സിമ്പിൾ എക്സാമ്പിളാണ്. നമുക്ക് ബുക്കിലുള്ളൊരു എക്സാമ്പിൾ തന്നെ നമുക്ക് നോക്കാം. ഓക്കെ, സോ ദേ ആർ കോൾഡ്, ദീസ് നെയിമിംഗ് വേർഡ്സ് ആണ് നൗൺസ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ആ ബോയ് എന്ന് പറയുന്നത് എന്താണ്? നൗൺ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ദേ ആർ കോൾഡ് നൗൺസ്. ഫോർ എക്സാമ്പിൾ, എ ചെയർ ഈസ് ദ നെയിം ഓഫ് സംതിങ് വി സിറ്റ് ഓൺ. ഒരു എക്സാമ്പിൾ പറയാണ്. ലുക്ക് അറ്റ് ദിസ് എക്സാമ്പിൾ. ഫോർ എക്സാമ്പിൾ, എ ചെയർ ഈസ് ദി നെയിം ഓഫ് സംതിങ് വി സിറ്റ് ഓൺ. ചെയർ എന്ന് പറയുന്നത് ഒരു തിങ് ആണ്. അതിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇരിക്കുന്നത് അല്ലേ? നമ്മൾ ഇരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു തിങ്ങിൻ്റെ പേരാണ് ചെയർ എന്നാണ് ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം. എ ചെയർ ഈസ് ദ നെയിം ഓഫ് സംതിങ് വി സിറ്റ് ഓൺ. അപ്പോൾ
ഇനി അങ്ങനെ വേണം പറയാൻ. What is a chair? A chair is the name of something we sit on. So here, what is a naming word? A chair is the name of something we sit on. Yes, chair, because chair is what? Chair is a thing. അപ്പോൾ ഒരു സെൻറ്റൻസിൽ നമ്മൾ നോക്കുമ്പം, because you people it would be the first time you are hearing this one, so first time maybe you will find some difficulty. ആദ്യം കുറച്ചൊന്ന് സ്ട്രെയിൻ ആവും, പക്ഷെ പിന്നെ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇറ്റ്സ് വെരി സിമ്പിൾ. A chair is the name of something we sit on. So ഇവിടെ ചെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? This is a thing. അപ്പോൾ അതൊരു നെയിമിംഗ് വേർഡാണ്. നെയിമിംഗ് വേർഡ് ആണെങ്കിൽ chair is a noun. Chair is what? A noun. Okay, we can see a lot of examples is given here. Okay, we can see one by one. So first example, he is a good boy. He is a good boy. He is a good boy. Okay, he is a good boy. Here boy is what? Boy is the person. അല്ലേ, ഇവിടെ ആരാ പറയുന്നത്? ഹീ എന്ന് പറയുന്നുവെങ്കിലും ബോയ് എന്ന് പറയുന്ന ആ ഒരു, ഞാൻ പറഞ്ഞില്ലേ, ഒരു പേഴ്സൺ അവിടെ ഉണ്ട്. ആ പേഴ്സണിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നെയിമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. സോ ബോയ് ആണ് വാട്ട്? നെയിമിംഗ് വേർഡ്. സോ ബോയ് ഈസ് വാട്ട്? എ നൗൺ. ഓക്കെ, നമ്മളിങ്ങനെ ഓരോ സെൻറ്റൻസിലും നൗൺസിന് ഇവിടെ ബോൾഡ് ലെറ്ററിൽ കൊടുത്തിട്ടുണ്ട്. സോ ഐ തിങ്ക് ദ പാരൻസ് ആർ understanding it, so please take care of your children. Please make them know about it. Okay, I hope you will do it. Thank you. So he is a good boy, and John is singing. What? John is singing. Here John is the name of a person. John എന്ന് പറയുന്നത് ഒരാളുടെ പേരാണ്, അല്ലേ? നിങ്ങളുടെ അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, ഇവരുടെ പേരൊക്കെ ഒരു സെൻറ്റൻസിൽ വന്നു കഴിഞ്ഞാൽ അതൊക്കെ എന്ത് തന്നെയാണ്? ഒരു നൗണാണ്. ബിക്കോസ് ദാറ്റ്സ് എ പേഴ്സൺ. ഒരാളുടെ ഒരു പേഴ്സൻ്റെ പേര് പറയുകയോ ഒരു പ്ലേസിൻ്റെ പേര് പറയുകയോ ഒരു തിങ്ങിൻ്റെ പേര് പറയുകയോ ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയുന്നു? യെസ്, നെയിമിംഗ് വേർഡ്സ് ഓർ നൗൺ. ഓക്കെ, NOUN, noun. Okay, then I lost my pen. എൻ്റെ പേന, ലോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ? കളഞ്ഞുപോയി, കാണാതാകുക. I lost my pen. എൻ്റെ പേന കളഞ്ഞുപോയി, നഷ്ടപ്പെട്ടു പോയി. So here what is the noun? Noun I already told you, ഒന്നുകിൽ ഒരു സെൻറ്റൻസിൽ പേഴ്സൻ്റെ പേരായിരിക്കും, പ്ലേസിൻ്റെ പേരായിരിക്കും, തിങ്ങിൻ്റെ പേരായിരിക്കും, അനിമലിൻ്റെ പേരായിരിക്കും. What? Tell me once again, what are naming words? Yes, words that name person, people, places, animals and things. അല്ലേ, 5 കാര്യങ്ങളാണ്. പേഴ്സൻ്റെ പേരോ, പീപ്പിളിൻ്റെ പേരോ, പ്ലേസസിൻ്റെ പേരോ, ആനിമൽസിൻ്റെ പേരോ, തിങ്സിൻ്റെ പേരോ വന്നാലാണ് അതെന്തെന്ന് പറയുന്നത്? That are called as naming words. So they are called as nouns. So in this sentence, third sentence, I lost my pen. ഇവിടെ പറയാ എന്താണ്? പെൻ എന്ന് പറഞ്ഞത് ഒരു തിങ് ആണ്. സോ ദാറ്റ് ഇസ് എ നൗൺ. വെരി സിമ്പിൾ. ഷീ ലിവ്സ് ഇൻ പുനെ. യെസ്, സോ ഷീ ലിവ്സ് ഇൻ വാട്ട്? ട്രിവാൻഡ്രം എന്ന് പറഞ്ഞാലും ദാറ്റ്സ് എ പ്ലേസ്. പുനെ എന്ന് പറഞ്ഞാൽ എന്താ? പ്ലേസ് അല്ലേ, നമുക്കറിയാം. ദി ഡോഗ് ഈസ് സ്ലീപ്പിംഗ്. യെസ്, the dog is the name of an animal. ഇത് ഇവിടെ എല്ലാം സൈഡിൽ എഴുതിയിട്ടുണ്ട്. ജോൺ എന്ന് പറയുന്നത്, ജോൺ ഈസ് എ നെയിം ഓഫ് എ പേഴ്സൺ, ഒരു പേഴ്സൻ്റെ പേരാണ്. പെൻ എന്ന് പറയുന്നത് പെൻ ഈസ് എ തിങ്. പുനെ എന്ന് പറയുന്നത് ഇറ്റ്സ് എ നെയിം ഓഫ് എ പ്ലേസ്. ദ ഡോഗ് ഈസ് സ്ലീപ്പിംഗ്. ഡോഗ് ഈസ് എൻ ആനിമൽ, ഒരു ആനിമലിൻ്റെ പേരാണ് പറയുന്നത്. അപ്പോൾ അതെന്താണ്? ദാറ്റ്സ് ഓൾസോ എ നൗൺ. ഓക്കെ, സോ വെരി ഗുഡ്. ഐ ഹോപ്പ് you people got understand. I'm very happy to hear about that. In the above examples, the words boy, John, pen, Pune and dog are called what? Nouns. Yes, because they are names of the people, places, animals or things. അല്ലേ, നമ്മൾ നേരത്തെ പഠിച്ച ഈ above examples ബോയ് എന്നും പിന്നെ ജോൺ എന്നും
പെൻ എന്നും പുനെ എന്നും ഡോഗ് എന്ന് പറയുന്നതൊക്കെ എന്താണ്? നൗൺസ്. Why? Because they are names of people, places, animals or things. ഓക്കെ. ബോയ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പേഴ്സൻ്റെ പേരാണ്. ജോൺ എന്ന് പറയുന്നത് പേഴ്സൻ്റെ പേരാണ്. പെൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു തിങ് ആണ്. പുനെ എന്ന് പറയുന്നത് ഒരു പ്ലേസ് ആണ്. ഡോഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ആനിമലാണ്. ഓക്കെ. സോ വെരി ഗുഡ് ഗൈസ്. Then here is an activity for you. Underline the nouns in the following sentences. One has been done for you. Yes, the first one has been done for you. What is that? Tim is happy. Tim is the name of a boy. Okay, so Tim is happy. So it is the name of a boy. ഒരു ബോയിൻ്റെ പേരാണ്. അപ്പം that's a noun. Okay, all these 5 questions, remaining 5 questions is for you. So I hope you will do it. Thank you. Okay, let's get into the vocabulary section. vocabulary. vocabulary. നമ്മൾ ലാസ്റ്റ് ക്ലാസ് നോക്കിയ പോലെ ഗ്ലോസറി എന്ന് പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു അല്ലേ? ഗ്ലോസറി, വി ഹാവ് ലേൺ ദി മീനിങ്സ് ഓഫ് സം ന്യൂ വേർഡ്സ്. ലൈക്ക് ദാറ്റ് vocabulary means what? Words, new words. Okay, പുതിയ വേർഡ്സുകൾ നമുക്ക് പഠിക്കാം. So I hope you guys already know about the colors. Okay, blue, green, red, white, green and pink. I hope you already know about it, but once again we can learn. Okay, the sky is blue. What? The sky is blue. Once again, the, the, sky, sky, is blue, blue, blue. Okay, this is blue in color. You know, blue color ellarku ariyalo. Yeah. Then another one, the sky is what? Sky, ആകാശം അല്ലേ? ആകാശം എന്ത് കളറാ? യെസ്, ബ്ലൂ ഇൻ കളർ. രാത്രി നോക്കരുത്, മോർണിംഗ് നോക്കണം. ഓക്കെ. ദെൻ ആപ്പിൾസ് ആർ റെഡ്. Some are green too. Yeah. Apples നമുക്കറിയില്ലേ? ആപ്പിൾ നമ്മൾ കഴിക്കാറുള്ളതാ. What's the color of the apple? Red. We already knew about it, right? Okay, apples are red. Yep. And some are green too. What's the color spelling of green? green. Green. Okay. അപ്പം പഴുത്ത ആപ്പിളൊക്കെ റെഡ് കളർ ആയിരിക്കും അല്ലേ? പച്ച ആപ്പിളോ, പഴുക്കാത്ത ആപ്പിളോ എങ്ങനെ ഇരിക്കും? ഗ്രീൻ കളർ ആയിരിക്കും. അതാണ് ചില ആപ്പിൾ. സം എന്ന് പറഞ്ഞാൽ എന്താണ്? ചില ആപ്പിൾ. സോ മമ്മയോട് പറയണം, മം ചിലപ്പോൾ നിങ്ങൾ വെജിറ്റബിൾസ് അല്ല ഫ്രൂട്ട് ഷോപ്പിലൊക്കെ പോകുമ്പോൾ, ഓക്കെ, ഫ്രൂട്ട് ഷോപ്പിൽ ചെല്ലുമ്പോൾ പറയണം, ഓ മമ്മി, ആപ്പിൾസ് ആർ റെഡ് ബട്ട് സം ആപ്പിൾസ് ആർ ഗ്രീൻ ടു. ഓക്കെ, അമ്മ ആപ്പിൾസ് റെഡ് കളറിലായിരിക്കുന്നത് പക്ഷേ ചില ആപ്പിൾസ് ഗ്രീൻ കളറിലാണ്. യു ക്യാൻ സേ ലൈക്ക് ദാറ്റ്. ഓക്കെ. The next thing, milk. You know milk, അല്ലേ? നമ്മളെന്നും daily we used to have this milk. Okay, what is the color of milk? White. Okay, milk is what? White. Okay. Then leaves are green. Leaves എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലകൾ അല്ലേ? ഇലകൾ. ലീവ്സ് ആർ ഗ്രീൻ. ലീവ്സിൻ്റെ കളർ എന്താ? പച്ച കളറല്ലേ? യെസ്, ഗ്രീൻ ഇൻ കളർ. യുവർ ടങ് ഈസ് പിങ്ക്. യുവർ ടങ് എന്ന് പറഞ്ഞാൽ എന്താ? നാക്കല്ലേ? നാക്കിൻ്റെ കളർ എന്തുവാ? പിങ്ക് ഇൻ കളർ. ഓക്കെ, ലീവ്സ് ആർ ഗ്രീൻ ആൻഡ് യുവർ ടങ് ഈസ് വാട്ട്? പിങ്ക്. ഓക്കെ, യു നോ നമ്മുടെ ടങ്ങിൻ്റെ കളർ എന്തുവാ? ആൻഡ് വി മസ്റ്റ് ഓൾവേസ് ക്ലീൻ അവർ ടങ് ഡെയിലി. ഓക്കെ, നമ്മൾ മോർണിംഗ് രാവിലെ എണീറ്റത് എന്ത് ചെയ്യും? നമ്മൾ ബ്രഷ് ചെയ്യും ആൻഡ് ടങ് ക്ലീനർ ഉപയോഗിച്ച് ടങ് ക്ലീൻ ചെയ്യും അല്ലേ? അങ്ങനെ ചെയ്യുന്നവരുടെ ടങ്ങൾ മാത്രമേ പിങ്ക് കളറിൽ ഇരിക്കത്തുള്ളൂ. ഓക്കെ, ഐ നോ അവർ സ്റ്റുഡൻസ് ആർ സ്ട്രിക്റ്റ് ഇൻ ബ്രഷിങ് യുവർ ടീത്ത് ആൻഡ് ക്ലെൻസിങ് യുവർ ടങ്സ്. നിങ്ങളെല്ലാവരും നല്ല കുട്ടികളാണെന്ന് എനിക്കറിയാം. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി നെക്സ്റ്റ് ടോപ്പിക്. Here is another activity for you. Tick the correct color for the following questions. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഓരോന്ന് വായിക്കുക. ഞാൻ ഈ ക്വസ്റ്റ്യൻസിൻ്റെ മീനിങ് പറയാം, പക്ഷെ നിങ്ങൾ അതിനെന്ത് ചെയ്യുക? അതിന് കറക്റ്റായിട്ടുള്ള കളർ ഏതാണെന്നുള്ളത്
കണ്ടുപിടിക്കുക. ദിസ് ഈസ് ഓൾസോ ആൻ ആക്ടിവിറ്റി ഫോർ യു. ഓക്കെ, വാട്ട് കളർ ആർ യുവർ ടീത്ത്? നിങ്ങളുടെ പല്ലിൻ്റെ കളർ ഏതാണ്? ഓക്കെ, ഐ ഡോണ്ട് നോ. യു മസ്റ്റ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ആൻഡ് വാട്ട് കളർ ഈസ് യുവർ ഹെയർ? ഹെയറിൻ്റെ നിങ്ങളുടെ മുടിയുടെ കളർ എന്തുവാ? വാട്ട് കളർ ഈസ് ഗ്രാസ്? നിങ്ങളുടെ എന്നല്ല, നിങ്ങളുടെ വീട്ടിൽ പുല്ലൊക്കെ ഉണ്ടല്ലോ, പുല്ലിൻ്റെ കളർ എന്തുവാ? ഗ്രീൻ ഓർ റെഡ്. ഓക്കെ, വാട്ട് കളർ ആർ ദ ക്ലൗഡ്സ്? ക്ലൗഡ്സ്, മേഘങ്ങളില്ലേ, മേഘങ്ങൾ. ഓക്കെ, ആകാശത്തിൻ്റെ കളറ് വി ഓൾറെഡി ലേൺ ദാറ്റ് വാട്ട് ദ സ്കൈ ഈസ് ബ്ലൂ. ആൻഡ് വാട്ട് കളർ ആർ ദ ക്ലൗഡ്സ്? മേഘങ്ങൾ, അതിൻ്റെ കളർ എന്തുവാ? പിങ്ക് ആണോ വൈറ്റ് ആണോ? വാട്ട് കളർ ഇസ് സ്കൈ? ദിസ് ഈസ് ഓൾറെഡി നോൺ ക്വസ്റ്റ്യൻ, ബട്ട് നമുക്കറിയാമെന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്നാലും നിങ്ങളൊന്നുകൂടെ എന്ത് ചെയ്യുക? ബ്ലൂ ഓർ റെഡ്? ടേക്ക് ദി കറക്റ്റ് ആൻസർ and send it in the WhatsApp. The next section is what? Pronunciation. Pronunciations. What's the spelling of pronunciation? Pronunciation. Pronunciation എന്ന് വെച്ചാൽ ഉച്ചാരണം. ഇപ്പം ഞാനിങ്ങനെ പ്രൊനൗൺസിയേഷൻ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നില്ലേ, ഞാനിങ്ങനെ ഉച്ചരിക്കുന്നില്ലേ, അതിനെയാണ് പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ സ്കൂളിന് ചിലർ സ്കൂളിന് സ്കൂൾ എന്നൊക്കെ പറയും. നോ, സ്കൂൾ എന്ന് പറഞ്ഞാൽ സ്കൂൾ എന്ന് തന്നെ പറയണം. സ്കൂൾ. ഓക്കെ, സോ മദർ അങ്ങനെ പറയില്ല, മദർ. ഓക്കെ, ദോസ് ആർ ഓൾ അബൌട്ട് ദ പ്രൊനൗൺസിയേഷൻ. ഓക്കെ, നമ്മളത് പ്രൊനൗൺസിയേഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. സോ ദ ഫസ്റ്റ് തിങ് ഈസ് വാട്ട്? Repeat the given words. These words rhyme with day. Okay, repeat the given words എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനെ ഈ തന്നിരിക്കുന്ന വേർഡ്സിനെ നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ, അതായത് ഓരോന്നോരോന്നായിട്ട് നമ്മൾ പറഞ്ഞു നോക്കാനാണ് പറയുന്നത്. These words rhyme with day. ഈ ഓരോ വാക്കുകളും റൈം. യെസ്, റൈം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു ഡേ എന്നൊരു വാക്ക് നമ്മൾ എന്താ, ലാസ്റ്റ് ക്ലാസ് വി ഹാവ് ലേൺ ദാറ്റ് ഫോർ സം വേർഡ്സ് we have learned the similar words of that. അതായത് ഇപ്പോൾ ലീച്ച് എന്ന വാക്കുണ്ടെങ്കിൽ നമ്മളതിനെ ബീച്ച് എന്ന് പറഞ്ഞു അല്ലേ? യെസ്, അപ്പോൾ അതുപോലത്തെ റൈമിങ് വേർഡ്സ് നമുക്ക്, അതായത് ഒരു വാക്കിനെ പോലത്തെ വേറൊരു വാക്കുണ്ടാവും. ഓക്കെ, ഹിയർ ആർ സം എക്സാമ്പിൾസ്. ഡേ. വാട്ട്സ് ഡേ? ഡേ എന്ന് പറഞ്ഞാൽ ഡേ. യെസ്, ഡേ. സേ ഡേ. അപ്പോൾ ഡേയിൽ തീരുന്ന, ഡേ എന്ന ഒരു പ്രൊനൗൺസിയേഷൻ വരുന്ന, ആ റൈമിങ് വരുന്ന ബാക്കിയുള്ള വാക്കുകൾ ഏതൊക്കെയാണ്? ഹേ, HAY, ഹേ. സേ, SAY, സേ. ഹേ എന്ന് പറഞ്ഞാൽ എന്താ? പുല്ല്. പശുവിന് കൊടുക്കുന്ന പുല്ല് കണ്ടിട്ടുണ്ടോ? യെസ്, ഇതിൻ്റെ മീനിങ് പഠിച്ചു വെക്കട്ടോ, അപ്പോൾ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആവും. ഹേ, മേക്ക് ഹേ വൈൽ ദ സൺ ഷൈൻസ്. ഹേ എന്ന് പറഞ്ഞാൽ എന്താണ്? പുല്ല്. സേ പറയൂ. മേ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ, ചില വേള. ഓക്കെ, ചിലപ്പോൾ. റേ എന്ന് പറഞ്ഞാൽ എന്താണ്? രശ്മികളെന്ന് പറയും. അത് എന്താണ്? ഇപ്പോൾ ഒരു എക്സ്റേ എന്നൊക്കെ പറയുന്നില്ലേ? ഓക്കെ, അത് നിങ്ങൾക്ക് അങ്ങനെ ഡെയിലി ലൈഫിൽ അങ്ങനെ ഒത്തിരി യൂസ് ചെയ്യേണ്ടി വരത്തില്ല. എനിവേ, ജസ്റ്റ് അതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. അപ്പം ഡേയുടെ റൈമിങ് വേർഡ്സ് എന്തൊക്കെയാണ്? ഹേ, സേ, മേ, റേ. യെസ്, that's all. Then repeat the given words. These words rhyme with pen. Pen നമുക്കറിയാമല്ലോ. പെൻ എന്തുവാ? അതാ എൻ്റെ പെൻ ഈസ് ഹിയർ വിത്ത് മീ. പെൻ. അതുപോലത്തെ വേറെ വാക്കുകൾ പറഞ്ഞേ. ഡെൻ. DEN. ഡെൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഡെൻ ഈസ് ദ പ്ലേസ് വെയർ ലയൺസ് ലീവ്. ലയണും താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേരെന്താണ്? ലയൻ്റെ കൂടിനെയാണ് നമ്മൾ പറയുന്നത് എന്താണ്? ഡെൻ എന്ന് പറയുന്നത്. ഓക്കെ, പട്ടികൾ അല്ലെങ്കിൽ ഡോഗ്സിനെയൊക്കെ നമ്മൾ എവിടെയാണ് വെക്കുന്നത്? ഡോഗിൻ്റെ കേജ് എന്ന് പറയും അല്ലേ? കേജിനകത്താണ് ഇടുന്നത്. ഓക്കെ, ഹിയർ ഡെൻ. ഓക്കെ, ലയൺസ് ലിവ് ഇൻ ഡെൻ. ഹെൻ നമുക്കറിയാം. ഹെൻ ഈസ് വാട്ട്? കോഴി. യെസ്, പെൻ, ഹെൻ. വാട്ട്? മെൻ എന്ന് പറഞ്ഞാൽ ഒത്തിരി ആണുങ്ങൾ നമ്മൾ ഒരുമിച്ച് പറയുന്നതിന് നമ്മളെന്ത് പറയും? മെൻ. ഒത്തിരി ബോയ്സ്. ഓക്കെ, ഒത്തിരി ബോയ്സ് നിൽക്കുവാണ്, അവരെ നമ്മളെന്ത് പറയും? മെൻ എന്ന് പറയും. ആൻഡ് 10 എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ. ആഫ്റ്റർ 9
10. Okay, pen, den, hen, men, and 10. Okay, so all the students must pronounce all these words, and when I ask the question, say some words rhyme with day. ഡേക്ക് റൈമിങ് ആയിട്ടുള്ള ഒരു 4 വാക്കുകൾ പറഞ്ഞ് അല്ലെങ്കിൽ കുറച്ച് വാക്കുകൾ പറഞ്ഞെന്ന് പറയുമ്പോൾ നിങ്ങളിത് പറയണം. ഹേ, സേ, മേ, ഡേ. ഓക്കെ, സ്റ്റഡി ലൈക്ക് ദാറ്റ് ആൻഡ് ഓൾസോ know the meaning of each and every words. That will be very useful for you for your future. Thank you. Okay, the next one is listening skills. ലിസണിങ് സ്കിൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സോങ് പ്ലേ ചെയ്യും. ഇപ്പോൾ ഇവിടെ ലിസൺ ടു എ ടീച്ചർ റീഡ് ഔട്ട് എ ജിംഗിൾ ആൻഡ് റിപ്പീറ്റ് ഇറ്റ്. ഓക്കെ, അതായത് ജിംഗിൾ മീൻസ് ബോട്ട് സംതിങ് കൈൻഡ് ഓഫ് റൈംസ് പോലത്തെ ഒരു സോങ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിത് ആസ് ഇറ്റ് ഈസ് an ഓൺലൈൻ ക്ലാസ്, വി ഡോണ്ട് ഹാവ് ഫെസിലിറ്റീസ് ടു റീഡ് ഔട്ട് ആൻഡ് റിപ്പീറ്റ് ഇറ്റ്. സോ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒരു പാട്ട് ഞാനിപ്പോൾ പ്ലേ ചെയ്യും. ഓക്കെ, അത് നിങ്ങൾ എന്ത് ചെയ്യുക, കേൾക്കുക. യു മസ്റ്റ് ലിസൺ ഇറ്റ് ആൻഡ് റിപ്പീറ്റ്. ഓക്കെ, അപ്പോൾ ദി സോങ് ഈസ് കമ്മിങ് ഫോർ യു. ലിസൺ ടു ഇറ്റ്. He's my caring father. She's my loving mother. We are a lovely family. We are a lovely family. We are. He's my sharing brother. She's my smiling sister. We are a lovely family. We are a lovely family. We are. How is that song? ഇഷ്ടമായോ? യെസ്. ഇതിൻ്റെ ഓഡിയോ അത് നിങ്ങൾ കേട്ടല്ലോ, കേട്ടിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അതിൻ്റെ ഓഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, വാട്സാപ്പിൽ സെൻഡ് ചെയ്യുക. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി സ്പീക്കിംഗ് സ്കിൽസ്. സ്പീക്കിംഗ് സ്കിൽസ് ആണെങ്കിൽ നമുക്ക് എന്താ പറയുക, നമ്മൾ സംസാരിക്കണം. ഓക്കെ, നമ്മൾ ലിസണിങ് സ്കിൽസ് നോക്കി ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരികെ ആൻസർ ചെയ്യണ്ടേ, സ്പീക്ക് ചെയ്യണം അല്ലേ? സോ സ്പീക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സ്പീക്കിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ്? അപ്പോൾ ഈ പിക്ചർ നോക്കുമ്പോൾ നമുക്ക് ഈ ചെക്കൻ പറയാണ്, ഈ ബോയ് പറയാണ്, ദിസ് ഈസ് എ പെൻസിൽ അല്ലേ? വാട്ട്? ദിസ് ഈസ് എ പെൻസിൽ എന്നാണ് പറയുന്നത്. THIS. ദിസ് ഈസ് എ പെൻസിൽ. ഇതൊരു പെൻസിലാണ് എന്ന് ഈ ബോയ് പറയാണ്. എന്തുകൊണ്ടാണ് നമ്മളവിടെ ദിസ് പറഞ്ഞത്? ബിക്കോസ് ദ പെൻസിൽ ഈസ് വെരി ക്ലോസ് ടു ദ ബോയ്. ഈ പെൻസില് ഈ ബോയിൻ്റെ തൊട്ടടുത്താണ് ഇരിക്കുന്നത് അല്ലേ? സോ വി യൂസ് ദിസ് ടു പോയിൻറ്റ് തിങ്സ് ദാറ്റ് ആർ ക്ലോസ് ടു us. നമ്മൾ ദിസ് എന്ന വാക്ക് നമ്മുടെ തൊട്ടടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ പോയിൻ്റ് ചെയ്യുവാൻ ഉപയോഗിക്കും. സോ ഫോർ എക്സാമ്പിൾ, ഇപ്പം എൻ്റെ അടുത്ത് ഒരു പെന്നിരിക്കുകയാണ്. ഹൗ ഐ സേ? ദിസ് ഈസ് എ പെൻ. ദിസ് ഈസ് എ പെൻ. ദിസ് ഈസ് എ പെൻ. ഓക്കെ, ലൈക്ക്വൈസ് നേരെ ഓപ്പോസിറ്റാണ്. ലുക്ക് അറ്റ് ഹിയർ. എ ബോയ് സ്റ്റാൻഡിങ് ഹിയർ അല്ലേ? ബോയിൻ്റെ തൊട്ടടുത്താണോ? ഈസ് ദാറ്റ് ചെയർ വെരി ക്ലോസ് ടു ബോയ്? നോ. ബോയ് ഒരിടത്താണ് നിൽക്കുന്നത്, കുറച്ച് ദൂരെയാണ് നിൽക്കുന്നത്. അപ്പോൾ ബോയ് എങ്ങനെയാണ് പറയുന്നത്? ദാറ്റ് ഈസ് എ ചെയർ. വാട്ട്സ് സ്പെല്ലിംഗ് ഓഫ് ദാറ്റ്? THAT. ദാറ്റ്, അത് ഒരു ചെയറാണ്. ദാറ്റ് ഈസ് എ ചെയർ. ഓക്കെ, ദാറ്റ് ഈസ് എ ചെയർ. അപ്പോൾ അതാണ് എൻ്റെ റീസൺ പറയാണ്. ദ ചെയർ ഈസ് നോട്ട് വെരി ക്ലോസ് ടു ദ ബോയ്. ഈ ചെയർ ബോയിൻ്റെ തൊട്ടടുത്താണോ? അല്ല. നോട്ട് വെരി ക്ലോസ് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തല്ല. സോ ദാറ്റ്സ് വൈ ഹി ടോൾഡ് ലൈക്ക് ദാറ്റ് ഈസ് എ ചെയർ. ഓക്കെ, ലൈക്ക് വൈസ് ഫോർ എക്സാമ്പിൾ, പെൻ ഇവിടെ ഇരിക്കുകയാണെന്ന് ഇരിക്കട്ടെ. ഓക്കെ, ഐ എം ഹിയർ.
Where is it? Yes, I am here. So I used to tell like, that is a pen. What? That is a pen. Okay, അതൊരു പെന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ തൊട്ടടുത്താണെങ്കിൽ ദിസ് ഈസ് എ പെൻ എന്ന് പറയുമായിരുന്നു. ഓക്കെ, I hope you understood it clearly. And now look around your classroom and find some things that are near you and some that are far from you. That means like നിങ്ങളുടെ ക്ലാസ്സിന് ചുറ്റും ഇങ്ങനെ നോക്കുക, ക്ലാസ് റൂമിന്. അതിവിടെ ഇപ്പം നമുക്ക് പറ്റത്തില്ലല്ലോ. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ലുക്ക് അറൗണ്ട് യുവർ ഹോം. നിങ്ങളുടെ റൂമിനകത്ത് ഇങ്ങനെ നോക്കുക, നിങ്ങളുടെ വീട്ടിലെ റൂമിനകത്ത് നോക്കിയിട്ട് ആൻഡ് ഫൈൻഡ് സം തിങ്സ് ദാറ്റ് ആർ നിയർ യു. നിങ്ങളുടെ തൊട്ടടുത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കുക. ആൻഡ് സം ദാറ്റ് ആർ ഫാർ ഫ്രം യു. നിങ്ങൾ ഫാർ എന്ന് പറഞ്ഞാൽ ദൂരെ. അപ്പം നിങ്ങളിൽ നിന്നും കുറച്ച് ദൂരെ എന്തൊക്കെയുണ്ടെന്ന് നോക്കുക. അതിന് നിങ്ങളിങ്ങനെ പറയണം, ദിസ് ഈസ് എ ചെയർ. ദിസ് തൊട്ടടുത്തൊരു ചെയർ എടുക്കുകയാണെങ്കിൽ ദിസ് ഈസ് എ ചെയർ എന്ന് പറയണം. ഓക്കെ, തൊട്ടടുത്തൊരു പെൻ എടുക്കുകയാണെങ്കിൽ ദിസ് ഈസ് എ പെൻ. ആൻഡ് പിന്നെ ബ്ലാക്ക് ബോർഡ് അല്ലെങ്കിൽ ടി വി ദൂരെ ആയിരിക്കും ഇരിക്കുന്നത്. സോ ദാറ്റ് ഈസ് എ ടി വി. ഓക്കെ, അങ്ങനെ പറയാം. ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് വാട്ട്? ദ നെക്സ്റ്റ് സെക്ഷൻ ഈസ് റീഡിങ്. വാട്ട്? റീഡിങ് ഫോർ ഫൺ. അപ്പം നിങ്ങൾ ലിസണിങ് സ്കിൽസ് നോക്കിയായിരുന്നു. Then what? The speaking skills. And now we are entering into reading for fun section. Okay, read the following sentences about the family shown in picture. Repeat each sentence after your teacher. അപ്പം ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? ഓരോ സെൻറ്റൻസും ഫാമിലീനെ കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഫാമിലി എന്നൊക്കെ അറിയാലോ, കുടുംബം, അമ്മ, പപ്പ. ആൻഡ് നേരത്തെ ലിസണിങ് സ്കിൽസിൽ കേട്ട പോലെ അല്ലേ, അമ്മ, പപ്പ, ബ്രദർ. ഇവിടെ ആരൊക്കെയുണ്ട്? മോം, ഡാഡ്, സിസ്റ്റർ, മേ ബി ദാറ്റ്സ് യു, നിങ്ങളായിരിക്കും, ആൻഡ് എ സിസ്റ്റർ, റൈറ്റ്? ഓക്കെ, 4 പേരുണ്ട്. അപ്പോൾ ഈ ഫാമിലിനെ കുറിച്ച് ഞാനിപ്പോൾ വായിക്കും. ആൻഡ് യു മസ്റ്റ് റീഡ് അലോങ് വിത്ത് മീ. എനിക്ക് ശേഷം ആഫ്റ്റർ യുവർ ടീച്ചർ. അപ്പം ഞാൻ വായിച്ചതിന് ശേഷം റിപ്പീറ്റ് ഈച്ച് സെൻറ്റൻസ് ആഫ്റ്റർ യുവർ ടീച്ചർ. ഞാൻ വായിച്ചതിന് ശേഷം നിങ്ങൾ എൻ്റെ കൂടെ വായിക്കണം. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. ഇത് നമുക്ക് വായിക്കാം. എ മാൻ, എ ലേഡി, എ ബോയ്, what? എ ബോയ് ആൻഡ് എ ഗേൾ are sitting together. ആരൊക്കെയാ? ഒരു മാൻ അല്ലേ, മാൻ ഇവിടെ ഉണ്ട്, ലേഡി ഉണ്ട്, ബോയ് ഉണ്ട്, ഹീസ് എ ബോയ്, ഒരു ഗേളും ഇവിടെ ഉണ്ട്. ഓക്കെ, ആർ സിറ്റിംഗ് ടുഗെദർ. എല്ലാവരും കൂടെ ഒരുമിച്ച് ഇരിക്കുകയാണ്. അപ്പോൾ ഇനി എങ്ങനെ പറയാം? ഇപ്പോൾ 4 പേര് ഒരുമിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയാം? നിങ്ങൾ നോക്കുമ്പോൾ ഒരു പാർക്കിലൊക്കെ പോവാണ്. അപ്പോൾ പാർക്കിൽ ചെല്ലുമ്പോൾ 4 പേര് അവിടെ ഒരുമിച്ചിരിക്കും. ഒരു അമ്മ, ഒരു പപ്പ അല്ലേ, ഒരു ബ്രദർ, ഒരു സിസ്റ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് പറയാം? എ മാൻ, എ ലേഡി, എ ബോയ് ആൻഡ് എ ഗേൾ ആർ സിറ്റിംഗ് ടുഗെദർ. സിറ്റിംഗ് ടുഗെദർ എന്ന് പറഞ്ഞാൽ ഒരുമിച്ചിരിക്കുക. സിറ്റിംഗ് ടുഗെദർ. ദെൻ ആൻഡ് വാട്ട് ദിസ് ലേഡി ഈസ് വിയറിംഗ്? ദി ലേഡി ഈസ് വിയറിംഗ് എന്ന് പറഞ്ഞാൽ അണിഞ്ഞിരിക്കുക, ധരിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ എന്താണ് അവർ ഇട്ടിരിക്കുന്നത്? വിയറിംഗ് എ റെഡ് സാരി. ലൈക്ക് സി, റെഡ് സാരി അല്ലേ, നമ്മൾ നേരത്തെ റെഡ് പഠിച്ചായിരുന്നു. റെഡ് കളർ. യെസ്, ദിസ് ഈസ് വാട്ട് റെഡ് സാരി. ആൻഡ് ദ മാൻ ഈസ് ഡ്രിങ്കിങ് എ കപ്പ് ഓഫ് ഹോട്ട് കോഫി. യെസ്, മാൻ ഈസ് ഡ്രിങ്കിങ്, കുടിക്കുകയാണ് അല്ലേ. എന്താണ് കുടിക്കുന്നത്? എ കപ്പ് ഓഫ് ഹോട്ട് കോഫി. ഹോട്ട് കോഫി കുടിക്കുക. നോക്കട്ടെ. യെസ്, എ കപ്പ് ഓഫ് ഹോട്ട് കോഫി. കോഫി കുടിക്കുക. നിങ്ങളെല്ലാവരും കോഫി കുടിച്ചിട്ടുണ്ടോ? യെസ്. ദ ലിറ്റിൽ ഗേൾ ഹാസ് curly hair. The little girl has curly hair. Oh, so sorry. This is the girl. Okay. The little girl has curly hair. Curly എന്ന് പറഞ്ഞാൽ ചുരുണ്ട മുടി അല്ലേ? Okay. Who are all having curly hair? Okay, I like curly hairs. Yes. നമുക്ക് curly hair നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ എല്ലാവർക്കും? ആണോ? Okay. The little girl has curly hair. ഈ കൊച്ചു കുട്ടിക്ക് curly hair ഉണ്ടെന്നാണ് പറയുന്നത്. And the little boy has big eyes. The little boy has big eyes. ഈ കൊച്ചു പയ്യന് വലിയ കണ്ണുകളുണ്ടെന്നാണ് പറയുന്നത്. How many of you are having big eyes? Yes, big eyes is good, right? Okay. അപ്പം നിങ്ങളിപ്പോൾ ഒരു 4 പേര് ഇരിക്കുന്ന കാണുമ്പോൾ നിങ്ങൾ ഇങ്ങനെ വേണം പറയാൻ. എ മാൻ, ലേഡി ആൻഡ് എ ബോയ് and a girl are sitting together. The lady is wearing a red saree. Okay, the man is drinking a hot coffee.
The little girl has curly hair. The little boy has big eyes. ഓക്കെ, ആദ്യം സ്ലോയിൽ വായിച്ച് നല്ലോണം നല്ല പ്രൊനൗൺസിയേഷൻ ആയിട്ട് നമ്മൾ വായിച്ച് പഠിക്കുക. പിന്നെ അനുസരിച്ച് എന്ത് ചെയ്യുക, ഫാസ്റ്റായിട്ട് വായിച്ച് പഠിക്കുക. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഈസ് വാട്ട്? റൈറ്റിംഗ് സ്കിൽസ്. സോ ദീസ് സ്കിൽസ് ആർ മസ്റ്റ്. ഓക്കെ, ഇതിനൊക്കെ നമ്മൾ സോഫ്റ്റ് സ്കിൽ എന്നാണ് പറയുന്നത്. യു മസ്റ്റ് ഡെവലപ്പ് യുവർ സോഫ്റ്റ് സ്കിൽസ്. വാട്ട്? ലിസണിങ്, സ്പീക്കിംഗ്, റൈറ്റിംഗ്, റീഡിങ്. ഓൾ ദീസ് 4. ഓക്കെ, അപ്പം നമ്മൾ 3 നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ റൈറ്റിംഗ് സ്കില്ലാണ്. ട്രേസ് ദ ഫോളോയിങ് വേർഡ്സ്. ഈ വാക്കുകളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ പുറത്ത് നിങ്ങളിങ്ങനെ എഴുതി പഠിക്കുക. ബട്ട് ദിസ് ഈസ് നോട്ട് കഴ്സീവ്. ബട്ട് ഐ ഹേറ്റ് ദീസ് ടൈപ്പ് ഓഫ് റൈറ്റിങ്സ്. യു മസ്റ്റ് ട്രൈ ഇൻ കഴ്സീവ്. ഓക്കെ, ഇതിൽ നിങ്ങളിപ്പോൾ എഴുതുക. ബട്ട് വെൻ എവർ യു റൈറ്റ് ഇൻ യുവർ നോട്ട്സ് യൂസ് കഴ്സീവ് റൈറ്റിംഗ്. ഓക്കെ, കഴ്സീവ് റൈറ്റിങ്ങിൽ തന്നെ നിങ്ങൾ എഴുതണം. ദാറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ഫോർ യു വെൻ ഗോയിങ് ഇൻ ടു ദി നെക്സ്റ്റ് ക്ലാസ്സസ്. സോ ലെറ്റ്സ് റീഡ് ഔട്ട് ദ വേർഡ്സ്. ഏതൊക്കെ വാക്കുകളാണ്? വാക്ക്, നടക്കുക. നമ്മളിതൊക്കെ സ്റ്റോറി പഠിച്ച വാക്കുകളാണ്. വാക്ക്. ഫോക്സ് എന്ന് വെച്ചാൽ നരി, FOX. ഗ്രേപ്സ് നമ്മൾ കഴിച്ചിട്ടുണ്ടല്ലേ, GRAPES, ഗ്രേപ്സ്. ദെൻ ജംപ്സ്, JUMPS, ജംപ്സ്, ചാടുക. ദെൻ ബഞ്ച്, BUNCH, ബഞ്ച് എന്ന് പറഞ്ഞാൽ ബഞ്ച് ഓഫ് ഗ്രേപ്സ്. ഒത്തിരി ഗ്രേപ്സ് ഇങ്ങനെ കൂടിയിരിക്കുന്നത് നമ്മൾ എന്താ പറയുന്നത്? There's a bunch of grapes എന്ന് വേണം പറയാൻ. ഓക്കെ, the next one is what? A value for life. A value, VALUE, value for life. വാല്യൂ എന്ന് പറഞ്ഞാൽ വില. ഫോർ ലൈഫ് എന്ന് പറഞ്ഞാൽ ജീവിതം. നമ്മുടെ ജീവിതത്തിന് ഈ പാഠത്തിൽ നിന്നും എന്ത് വാല്യൂ ആണ്, എന്താണ് നിങ്ങൾക്ക് പുതിയതായിട്ട് കിട്ടിയത് നിങ്ങളുടെ ലൈഫിന് വേണ്ടിയിട്ട്? ഓക്കെ, വാട്ട് ഈസ് ദാറ്റ്? ലെറ്റ്സ് റീഡ് ഔട്ട് ദി ക്വസ്റ്റ്യൻ. The fox tried hard to get the grapes. അല്ലേ, ഫോക്സ് tried hard. ഫോക്സ് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു, ട്രൈ ചെയ്തു to get the grapes. ഓക്കെ, but he could not reach it. എന്ന് പറഞ്ഞാൽ എന്താ? അയാൾക്ക് ആ ഫോക്സിന് എന്ത് ചെയ്യാൻ പറ്റിയില്ല? ഗ്രേപ്സ് എടുക്കാൻ പറ്റിയില്ല. He could not reach it. Do you think it is important to get what you want always? എന്താണ്? Do you think it is important to get what you want always? want always എന്താണ്? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? Do you think, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ it is important to get, അതായത് it is important to get what you want always? want എന്ന് പറഞ്ഞാൽ എന്താണ്? ആവശ്യം. നിങ്ങൾക്ക് എപ്പോഴും, always എന്ന് പറഞ്ഞാൽ എപ്പോഴും, നിങ്ങൾക്ക് എപ്പോഴും ആവശ്യമുള്ളത് നിങ്ങൾക്ക് കിട്ടണമെന്ന്, get എന്ന് പറഞ്ഞാൽ കിട്ടുക, കിട്ടണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് എപ്പോഴും ആവശ്യമെന്ന് തോന്നുന്നത്, ഇപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമായിരിക്കാം. അതിപ്പോൾ നമുക്ക് ഭയങ്കര വിശന്നിരുന്നപ്പോഴാണല്ലേ, ഫോക്സിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ he was very hungry and he tried to reach for it. ഗ്രേപ്സ് എടുക്കാൻ അയാൾ നോക്കി, പക്ഷേ ഫോക്സിന് പറ്റാത്തപ്പോൾ എന്ത് ചെയ്തു? the fox gives up. അല്ലേ, ഇട്ടേച്ച് പോയി, പറ്റത്തില്ല എന്ന് പറഞ്ഞ് പോയി. അങ്ങനെ പോകുന്നത് ശരിയാണോ? നോ, അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. വി മസ്റ്റ് തിങ്ക് ഓഫ് ഗെറ്റിംഗ് ദാറ്റ് വി വാണ്ട് ഓൾവേസ്. നമുക്ക് എന്താണോ വേണ്ടത് അത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എങ്ങനെയും നേടിയെടുക്കാൻ നോക്കണം. സോ നിങ്ങളുടെ തീരുമാനം നിങ്ങൾ എഴുതുക. ഇവിടെ എന്ത് ചെയ്യുക? നിങ്ങൾ പഠിക്കുക. നെവർ ഗീവ് അപ്പ്. വാട്ട്? നെവർ ഗീവ് അപ്പ് എന്ന് വെച്ചാൽ എന്താണ്? ഒരിക്കലും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? വിട്ടുകളയാൻ പാടില്ല. ഓക്കെ, എല്ലാം എന്തൊക്കെ, അതായത് ആവശ്യമുള്ള കാര്യങ്ങൾ. ഓക്കെ, യു ഷുഡ് നോട്ട് എയിം ഫോർ അൺനെസസറി തിങ്സ്. വാട്ട് യു വാണ്ട്, അതായത് നിങ്ങൾക്കിപ്പോൾ ആവശ്യമുണ്ട്, നിങ്ങൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? എങ്ങനെയെങ്കിലും അത് അറ്റൈൻ ചെയ്യാൻ ശ്രമിക്കുക. സോ നെവർ ഗീവ് അപ്പ്. വാട്ട് ഈസ് ദാറ്റ്? വാട്ട് ഈസ് ദ വാല്യൂ ദാറ്റ് വി ആർ ഗെറ്റിംഗ് ഫ്രം ദിസ് ലെസൺ? നെവർ ഗീവ് So what is the value that we are getting from this lesson? Never, Never, never give, Give, give up, up. Okay, never give up. Okay, so the next section is what? Life skills.
ലൈഫ് സ്കിൽസ്, നമ്മുടെ ജീവിതത്തിന് ആവശ്യമുള്ള നമുക്കൊരു ലൈഫിന് ഒരു വാല്യൂ കിട്ടിയിട്ടുണ്ട്, വാല്യൂ ഫോർ ലൈഫ് കിട്ടിയിട്ടുണ്ട്. വാട്ട്? നെവർ ഗീവ് അപ്പ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് വാട്ട്? ലൈഫ് സ്കിൽസ്. നമ്മുടെ ലൈഫിന് വേണ്ടിയിട്ടുള്ള സ്കിൽസ് എന്തൊക്കെയാണ്? അതിനൊരു ചെറിയൊരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ലെറ്റ്സ് റീഡ് ഔട്ട്. Imagine you are visiting a supermarket that has recently been opened in your neighborhood. ഇമാജിൻ എന്ന് പറഞ്ഞാൽ നിങ്ങളിങ്ങനെ വിചാരിക്കുക, യു ആർ വിസിറ്റിംഗ് എ സൂപ്പർ മാർക്കറ്റ്, നമ്മളൊരു സൂപ്പർ മാർക്കറ്റിലോട്ട് പോവുകയാണ്. ദാറ്റ് ഈസ് റീസെൻ്റ്ലി ബീൻ ഓപ്പൺ ഇൻ യുവർ നൈബർഹുഡ്. നിങ്ങളുടെ നൈബർഹുഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അയൽപ്പക്കത്ത്, നിങ്ങളുടെ വീട്ടിനടുത്ത് തൊട്ടടുത്ത് ഒരു പുതിയൊരു സൂപ്പർ മാർക്കറ്റ് വന്നിട്ടുണ്ട്. അവിടെ നിങ്ങൾ പോവാണ് അല്ലേ? അത് ഇപ്പോഴാണ് വന്നത്. റീസെൻ്റ്ലി എന്ന് പറഞ്ഞാൽ ഈ ഇടയ്ക്ക്. So imagine you are visiting a supermarket that has recently been opened in your neighborhood. Okay. One section of the supermarketന്റെ ഒരു സെക്ഷൻ has different products made from grapes. ഒരു സെക്ഷനിൽ ഗ്രേപ്സ് കൊണ്ടുണ്ടാക്കിയ ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് ആണ് ഉള്ളത്. അപ്പം ഇത് അവിടെ കാണിക്കുന്നുണ്ട്. സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ടുള്ളവരല്ലേ. അപ്പോൾ അവിടെ എന്താണ്? ഗ്രേപ്സ് കൊണ്ടുണ്ടാക്കിയ കുറേ പ്രോഡക്ട്സ് ഇവിടെ ഇരിക്കുകയാണ്. ഓക്കെ. വൺ സെക്ഷൻ ഓഫ് ദി സൂപ്പർ മാർക്കറ്റ് ഹാസ് ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് മെയ്ഡ് ഫ്രം grapes. Yes. You want to go back home and tell your mother all about it. നിങ്ങൾ ഇത് വന്ന് കണ്ടു അല്ലേ? നിങ്ങൾ ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഇത് കണ്ടു, ഈ ഗ്രേപ്സിൻ്റെ പ്രോഡക്ട്സിനെയൊക്കെ കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? യു വാണ്ട് ടു ഗോ ബാക്ക് ഹോം. നിങ്ങൾക്ക് വീട്ടിൽ പോകണം. വീട്ടിൽ ചെന്നിട്ട് ടെൽ യുവർ മദർ ഓൾ അബൌട്ട് ഇറ്റ്. അതിനെക്കുറിച്ച് നിങ്ങളുടെ അമ്മയോട് പറയണം. എങ്ങനെയാണ്? സോ യു ലുക്ക് അറൗണ്ട് ആൻഡ് ഒബ്സർവ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ അമ്മയോട് എന്തെങ്കിലും പറയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒബ്സർവ് ചെയ്യണം അല്ലേ? ഒബ്സർവ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മളിങ്ങനെ നോക്കിയിട്ട് അതിനെ മനസ്സിലാക്കിയിട്ട് നമ്മളിങ്ങനെ ഓരോന്നിങ്ങനെ മനസ്സിലാക്കണം. ഒബ്സർവ് ചെയ്യണം. ഒബ്സർവ്. വാട്ട്? ഒബ്സർവ്. ഒബ്സർവ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു കാര്യം നോക്കിയിട്ട് നമ്മളിതിങ്ങനെ മനസ്സിലാക്കണം. നമ്മുടെ മനസ്സിനകത്ത് ഇങ്ങനെ മനസ്സിലാക്കുന്നതിനെയാണ് നമ്മളെന്ത് പറയുന്നത്? ഒബ്സർവ് എന്ന് പറയുന്നത്. സോ യു ലുക്ക് അറൗണ്ട്. ചുറ്റും നോക്കി, അതായത് ചുറ്റും എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇവിടെ എല്ലാം ഇങ്ങനെ നോക്കണം. നോക്കിയിട്ട് ആൻഡ് ഒബ്സർവ് ചെയ്യണം. ഓക്കെ. ഒബ്സർവ് ചെയ്യുന്നത് എന്തൊക്കെയാണ് ഒബ്സർവ് ചെയ്യേണ്ടത്? അപ്പോൾ എന്തൊക്കെയായിരിക്കും നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നത്? യെസ്, 3 ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് ഗ്രേപ്സ് പെർ കിലോഗ്രാം? വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് ഗ്രേപ്സ് പെർ കിലോഗ്രാം? ഓക്കെ. ഫസ്റ്റ് നമുക്കിതെല്ലാം നോക്കാം. ഈ സെക്ഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ. ഫ്രൂട്ട് ബേസ്ഡ് പ്രോഡക്ട്സ് ആണ് അവിടെ മേളിൽ എഴുതിയിട്ടുണ്ട്. ഫ്രൂട്ട് ബേസ്ഡ് പ്രോഡക്ട്സ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ്? യെസ്, ഗ്രേപ്സ് ഫേസ് വാഷ് ഉണ്ട്. ഫേസ് വാഷ് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുന്ന ഫേസ് വാഷ് ഇല്ലേ, അതുണ്ട്. പിന്നെ ഗ്രേപ്സ് കൊണ്ട് ഉണ്ടാക്കിയ സോപ്പ് ഉണ്ട്. പിന്നെ ഗ്രേപ്സ് കൊണ്ട് ഉണ്ടാക്കിയ ബോഡി ലോഷൻ ഉണ്ട് അല്ലേ? സോപ്പിന് വരെ നമ്മൾ ബോഡി ലോഷൻ യൂസ് ചെയ്യാറുണ്ട്. ജ്യൂസ്, ഫുഡ് പ്രോഡക്ട്സ് എന്ന് എഴുതിയിട്ടുണ്ട്. ഫ്രൂട്ട് ജ്യൂസ് ഉണ്ട്. എന്താ? ഗ്രേപ്സ് ജ്യൂസ് അല്ലേ? ദെൻ ഗ്രേപ്സ് കൊണ്ട് ഉണ്ടാക്കിയ ജാം ഉണ്ട്. പിന്നെ കുറേ ഗ്രേപ്സ് ഇതാ കൊണ്ട് വെച്ചിരിക്കുക. എന്ത് കളറാണ് ഇത്? വാട്ട്സ് ദ കളർ ഓഫ് ദിസ്? ദിസ് ഈസ് വയലറ്റ് ഇൻ കളർ, ദിസ് ഈസ് ഗ്രീൻ ഇൻ കളർ, ദിസ് ഈസ് ഓൾസോ വയലറ്റ് ഇൻ കളർ. ഇതൊക്കെ പഴുത്തതും ഇത് ഈ പച്ച കളറിൽ ഗ്രേപ്സ് ഉണ്ട്. ഓക്കെ. ഗ്രേപ്സ് ആർ ഇൻ 2 colors. What? In violet color and also what? Green color. 2 types of grapes ഉണ്ട്. കഴിച്ചിട്ടില്ലേ? ദെൻ ആസ്ക് യുവർ മോം. അമ്മയോട് പറയുക, മോം ഞാൻ പച്ച കളറിലുള്ള ഗ്രേപ്സ് കഴിച്ചിട്ടില്ല, എനിക്ക് മേടിച്ച് തരാൻ പറയണം. ഓക്കെ. മോസ്റ്റ്ലി ഇൻ ദ ഷോപ്സ് യു മേ സീ ദീസ് വയലറ്റ് കളറിലുള്ള ഗ്രേപ്സ് ആയിരിക്കും നിങ്ങൾ കടയിലൊക്കെ ഒത്തിരി കണ്ടിട്ടുള്ളത്. കഴിച്ചിട്ടില്ലെങ്കിൽ മോമിനോട് പറയുക. ആൻഡ് സി ഗ്രേപ്സ് ₹100 per kg. 100 per kg എന്ന് വെച്ചാൽ 1 കിലോഗ്രാമിന്. ഗ്രേപ്സിനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് പറയുക? എനിക്ക് 100 രൂപയ്ക്ക് ഗ്രേപ്സ് വേണമെന്ന് ആരെങ്കിലും ചെന്ന് പറയുമോ? അങ്ങനെ പറയത്തില്ല. ഗ്രേപ്സ് എനിക്ക് 1 kg തരിക. എന്താണ്? കിലോഗ്രാം. കെ ജി എന്ന് പറഞ്ഞാൽ എന്താണ്? kg കിലോഗ്രാം. ഓക്കെ. അപ്പോൾ നിങ്ങളിനി ഷോപ്സിൽ ചെല്ലുമ്പം ചേട്ടാ എനിക്ക് 10 രൂപയ്ക്ക് ഗ്രേപ്സ് വേണം, പ്ലീസ് ഗീവ് മീ ഗ്രേപ്സ് ഫോർ 10 rupees. No, never say like that. You must ask like, brother, give me half kg of grapes. അല്ലെങ്കിൽ 1 kg of grapes. 1 kg. കിലോഗ്രാം. kg what? കിലോഗ്രാം. 1 kg ഓഫ് ഗ്രേപ്സ് തരൂ എന്ന് ചോദിക്കാം. അപ്പം 1 kgക്ക് എത്ര രൂപയാണ്? 100 രൂപ. എന്താണ് ഇത്? റുപ്പീസിൻ്റെ സിമ്പിളാണ് കേട്ടോ. ഇന്ത്യൻ റുപ്പിയുടെ സിമ്പിളാണ് ഇത്. ഓക്കെ. ആൻഡ് 100 രൂപയ്ക്ക് ഒരു kgക്ക്, അതായത് പെർ kg എന്ന് പറഞ്ഞാൽ 1 kg. 1 kgക്ക് എത്ര രൂപയാണ്? 100 രൂപ. ഓക്കെ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇനി സൂപ്പർ മാർക്കറ്റിൽ ചെല്ലുമ്പം എന്ത് ചെയ്യാം? മോമിനോട് പറയാം, മോം പ്ലീസ് ബൈ എ കെ ജി അല്ലെങ്കിൽ 1 kg ഓഫ് ഗ്രേപ്സ് എന്ന് പറയാം.
അവിടെ ചിലപ്പോൾ 100 രൂപ ആയിരിക്കത്തില്ല. ഡോണ്ട് ആർഗ്യൂ വിത്ത് ദ ഷോപ്പ് കീപ്പർ ദാറ്റ് അയ്യോ എൻ്റെ ബുക്കിൽ 100 രൂപ എന്നാണ് എഴുതിയിരുന്നതെന്ന് ആരും പറയരുത്. ഓക്കെ, അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത് അതിനനുസരിച്ച് വാങ്ങാം. ഓക്കെ, ഹിയർ ₹100 per kg. യെസ്, അപ്പോൾ നമ്മൾ ഇത്രയും നോക്കിക്കഴിഞ്ഞു എന്തൊക്കെയാണുള്ളതെന്ന്. ലെറ്റ്സ് റീഡ് ഔട്ട് ദ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ടു ഇറ്റ്. വാട്ട് ഈസ് ദി കോസ്റ്റ് ഓഫ് ഗ്രേപ്സ് പെർ കിലോഗ്രാം? എത്ര രൂപയാണ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ? എത്ര രൂപ അല്ലേ? വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് ഗ്രേപ്സ് പെർ കിലോഗ്രാം? ഒരു കിലോഗ്രാമിന് എത്ര രൂപ? വാട്ട് ഈസ് ദ ആൻസർ? ₹100. യെസ്. Next question, how many different things made from grapes can you find in this section? How many different things made from grapes can you find in this section? How many എന്ന് പറഞ്ഞാൽ എത്ര different things, എത്ര different things ആണ് made from grapesൽ നിന്നും ഉണ്ടാക്കിയത്. made എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുക. Can you find this section? ഈ സെക്ഷനിൽ എത്ര ഡിഫറെൻറ്റ് തിങ്സ് ആണ് ഗ്രേപ്സിൽ നിന്നും ഉണ്ടാക്കിയിരിക്കുന്നത്? ഏതൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? യെസ്, ഒത്തിരി ഉണ്ടല്ലേ. ഇതുണ്ടാക്കിയിട്ടില്ല. ഇതൊക്കെ ഏതാ? ഫേസ് വാഷ്, സോപ്പ്, ബോഡി ലോഷൻ, ഫ്രൂട്ട് ജ്യൂസ്, ജാം. അപ്പം 1 2 3 4 5 പ്രോഡക്ട്സ്. 5 പ്രോഡക്ട്സ് ഉണ്ടാക്കിയിരിക്കുക. 5 ഡിഫറെൻറ്റ് തിങ്സ് ഉണ്ടാക്കിയിരിക്കുക. വാട്ട് ആർ ദേ? അപ്പോൾ നിങ്ങളിങ്ങനെ എഴുതുക, ദെയർ ആർ 5 ഡിഫറെൻറ്റ് തിങ്സ് മെയ്ഡ് ഫ്രം ഗ്രേപ്സ് in this section. അപ്പോൾ what are they? Face wash, soap, body lotion, fruit juice and jam. Okay, and what's the third question? What name would you give to this section of the supermarket? ഈ സൂപ്പർമാർക്കറ്റിൻ്റെ ഈ സെക്ഷൻ എന്ത് പേരായിരിക്കും കൊടുക്കുക? സിംപ്ലി നമുക്ക് എന്ത് പേര് വേണേലും കൊടുക്കാം. ഞാനിവിടെ ഗ്രേപ്സ് സെക്ഷൻ എന്ന് പറയാണ്. What I call it as grapes section. I give the name as grapes section, GRAPES, grapes section. Okay, so the first question, what's the cost of grapes per kilogram? 100 per kilogram. And how many different things made from grapes can you find in this section? There are 5 different things made from grapes in this section. And what are they? ഒന്നെന്ന് പറയുന്നത് face wash, soap, body lotion, fruit juice and jam. And what name would you give to this section of the supermarket? Grapes section. Okay, and the last question, what colors of apples and grapes have you eaten? Discuss in class. Okay, we have no facility to discuss it in class. What colors of apples and grapes have you eaten? നിങ്ങൾ എന്തൊക്കെ കളറിലുള്ള ആപ്പിൾസ് ആണ് കഴിച്ചിട്ടുള്ളത്? നിങ്ങൾ എന്തൊക്കെ കളറിലുള്ള ഗ്രേപ്സ് ആണ് കഴിച്ചിട്ടുള്ളത്? ഓക്കെ, ആപ്പിൾ ഈസ് ഇൻ റെഡ് ആൻഡ് വാട്ട് ഗ്രീൻ ഇൻ കളർ. ഗ്രേപ്സും റെഡ് വയലറ്റും ഗ്രീൻ കളർ ഉണ്ട് അല്ലേ? അപ്പോൾ നിങ്ങളതൊക്കെ കഴിച്ചിട്ടുണ്ടോ? യു ജസ്റ്റ് ഡിസ്കസ് വിത്ത് യുവർ മോം. ഓക്കെ, മോമിനോട് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ മോമിനോട് പറയുക, മോം പ്ലീസ് buy me the different types of apples, the red apple, the green grapes and also what the violet grapes. Honestly, satyam parayalo, they are very tasty, ഭയങ്കര ടേസ്റ്റാണ്. സോ മോമിനോട് പറയുക. ഓക്കെ, so do the exercise and work as soon as possible and send it in WhatsApp. Okay.